സോഷ്യലിസ്റ്റ് നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായ ജോർജ് ഫെർണാണ്ടസ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണനും ന്യൂസ് ഡെസ്കിൽ നിന്ന് അനൂപ് പരമേശ്വരനും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ഉണ്ണിയിലേക്ക്. ഉണ്ണി, ഏറെ നാളായി അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. എപ്പോഴാണ് മരണം സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ്? ലളിത, അൽഷിമേഴ്സ് ബാധയെ തുടർന്ന് വളരെ കാലമായി അധികം ചികിത്സയിലായിരുന്നു. ഓർമ്മശക്തി അടക്കം നഷ്ടപ്പെട്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി അദ്ദേഹത്തെ വലയ്ക്കുന്നുണ്ടായിരുന്നു. 2010 മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. അദ്ദേഹത്തിന് പൂർണ്ണമായും ഓർമ്മശേഷി നഷ്ടപ്പെട്ടതായുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 1930 അദ്ദേഹം ജനിച്ചിരുന്നത്. ഡൽഹിയിൽ തന്നെയായിരുന്നു കുറെ കാലമായി അദ്ദേഹം ഉണ്ടായിരുന്നത്. നേരത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ പ്രബലനായ നേതാവായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. പ്രതിരോധ മന്ത്രിയായിരുന്നു. അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അമരക്കാരൻ എന്ന രീതിയിൽ കൂടി ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായ സാന്നിധ്യമായി നിലയുറപ്പിച്ച നേതാവാണ്. ജനതാദളിന്റെയും ഒപ്പം സമതാ പാർട്ടിയുടെ സ്ഥാപക നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. നിരവധി മന്ത്രാലയങ്ങൾ, പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ കൈകാര്യം ചെയ്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം. പ്രതിരോധ മന്ത്രിയായിരുന്നു NDA സർക്കാരിന്റെ കാലത്ത്. അതിനു പുറമെ വ്യാവസായികം, റെയിൽവേ, വാർത്താവിതരണം തുടങ്ങിയ മന്ത്രാലയങ്ങളുടെ കൂടി ചുമതല അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാർഗിൽ യുദ്ധ സമയത്തും പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ സമയത്തുമൊക്കെ പ്രതിരോധ മന്ത്രിയായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളും ഉണ്ടായതാണ്, ശവപ്പെട്ടി കുംഭകോണം അടക്കമുള്ളവ. ഏതായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം എപ്പോൾ സംസ്കരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുടുംബാംഗങ്ങളുമായി ആലോചിച്ചതിന് ശേഷം തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉണ്ണി, മൃതദേഹം ഇപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഡൽഹിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യമെന്നാണ് ലഭിക്കുന്ന വിവരം. മൃതദേഹം എപ്പോൾ സംസ്കരിക്കണം, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായി ആലോചിച്ച കാര്യത്തിൽ തുടർ തീരുമാനമുണ്ടാകും. വളരെ നാളുകളായി അദ്ദേഹം ചികിത്സയിൽ കഴിയുകയായിരുന്നു. അദ്ദേഹത്തിന് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് അനൂപ് പരമേശ്വരൻ കൂടി ചേരുന്നുണ്ട്. അനൂപ്, അടിയന്തരാവസ്ഥ കാലത്തുൾപ്പെടെ ജയിൽ ജീവിതം അനുഷ്ഠിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്ത ഒരു നേതാവിന്റെ വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ നഷ്ടം ഓർമ്മിക്കപ്പെടുക? രേണുക, നമ്മുടെ ജനാധിപത്യത്തിലെ അസാധാരണവും അപൂർവവുമായ ഒരു വഴിയിലൂടെ സഞ്ചരിച്ച നേതാവ് എന്നുള്ള നിലയിലായിരിക്കണം ജോർജ് ഫെർണാണ്ടസിനെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുക. കാരണം അദ്ദേഹം നമ്മുടെ തൊട്ടടുത്ത് മംഗലാപുരത്ത് ജനിച്ച് അവിടെ നിന്ന് ഒരു വൈദികനാകാൻ, ഒരു പ്രീസ്റ്റ് ആകുന്നതിനായിട്ട് ബാംഗ്ലൂർക്ക് പോയ ആളാണ് ജോർജ് ഫെർണാണ്ടസ്. ഈ ജോർജ് ഫെർണാണ്ടസ് ബാംഗ്ലൂരിൽ വെച്ച് ഇദ്ദേഹം വൈദിക പഠനം, സെമിനാരി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ കാണാതാവുകയും അദ്ദേഹം മുംബൈയിലെത്തുകയും ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതുപോലെ സ്വാതന്ത്ര്യാനന്തര കാലത്ത് 1950 മുതൽ 1960 വരെയുള്ള കാലത്ത് അദ്ദേഹം അത്യപൂർവമായി ബോംബെയിൽ അതിഗംഭീരമായി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ സംഘടിപ്പിക്കുന്നതാണ് കാണുന്നത്. അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സമാധാനത്തിന്റെ വഴിയിലൊന്നും ആയിരുന്നില്ല. റെയിൽവേ തൊഴിലാളികളെ സംഘടിപ്പിച്ചും റെയിൽവേ ജീവനക്കാരെ സംഘടിപ്പിച്ചും അദ്ദേഹം നടത്തിയ ആ മുന്നേറ്റത്തിൽ നിരവധി ആക്രമണോത്സുകമായ സമരങ്ങൾ ഉണ്ടായി. അങ്ങനെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ആക്രമണോത്സുകമായ സമരങ്ങൾ നടത്തി ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഒരു വേറിട്ട വഴി അദ്ദേഹം ഉണ്ടാക്കുകയാണ് ചെയ്തത്. 1967 മുംബൈയിൽ SK പട്ടേലിനെ, കോൺഗ്രസിന്റെ അതിഗംഭീരനായ നേതാവിനെ തോൽപ്പിച്ച് പാർലമെന്റിലെത്തുന്ന ജോർജ് ഫെർണാണ്ടസിനെ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട കാര്യം രേണുക സൂചിപ്പിച്ചതുപോലെ അടിയന്തരാവസ്ഥക്കാലത്തെ ജോർജ് ഫെർണാണ്ടസ് ആണ്. ഈ അടിയന്തരാവസ്ഥക്കാലത്ത് ജോർജ് ഫെർണാണ്ടസ് ചെയ്തത്, അദ്ദേഹം ബറോഡ ഡൈനാമിക് കേസ്, വളരെ പ്രധാനപ്പെട്ട ബോംബ് സ്ഫോടന കേസാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ നടത്തിയ. ആ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയാണ്. പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്താൻ ഇന്ത്യയിലെ ഒരു പോലീസ് സംവിധാനത്തിനോ പട്ടാളത്തിനോ കഴിഞ്ഞില്ല. അദ്ദേഹം രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ദയവായി തുടരുക. ഇപ്പോൾ നീലലോഹിതദാസൻ നാടാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ നീലലോഹിതദാസൻ നാടാർ, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ കരുത്തുറ്റ ഒരു നേതാവ് കൂടിയാണ് വിട പറയുന്നത്. താങ്കൾ എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും ഇന്ത്യൻ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെയും ചരിത്രത്തിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നേതാവാണ് ജോർജ് ഫെർണാണ്ടസ്. ഒരു കാലഘട്ടത്തിൽ ബോംബെയിൽ ജോർജ് ഫെർണാണ്ടസ് വിചാരിച്ചാൽ ബോംബെ പട്ടണം ചരിക്കില്ലായിരുന്നു. അത്രയധികം തൊഴിലാളികളുടെ ഇടയിൽ മേധാശക്തി ഉണ്ടായിരുന്ന നേതാവായിരുന്നു. അടിയന്തരാവസ്ഥയിലെ യഥാർത്ഥ ഒരു ഹീറോ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭരണരംഗത്ത് വ്യവസായ മന്ത്രിയായി അദ്ദേഹം കേന്ദ്രത്തിൽ വന്നപ്പോഴാണ് കൊക്കക്കോള നിരോധിക്കുകയും തത്ഫലമായി ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ ചെറുകിട ഗ്രാമീണ യൂണിറ്റുകൾ ഉണ്ടാവുകയും അടിസ്ഥാനത്തിൽ ശീതളപാനീയങ്ങൾ ഉത്പാദിപ്പിക്കുന്ന 10,000 യൂണിറ്റുകൾ ഉണ്ടാകുകയും ലക്ഷക്കണക്കിന് യൂണിറ്റുകൾ ഉണ്ടാകുകയും
ദശലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് അന്ന് ജോലി കിട്ടുകയും ചെയ്തത്. പിന്നീട് വന്ന ഗവൺമെന്റുകൾ അത് മാറ്റിമറിച്ചെങ്കിലും വളരെ അടിസ്ഥാനപരമായ ചില തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ എമ്പാടുമുള്ള സോഷ്യലിസ്റ്റ് പ്രവർത്തകരുടെ അണികളുടെ ഇടയിൽ അദ്ദേഹം ഒരു ആവേശമായിരുന്നു. പക്ഷെ ഒരു ഇടക്കാലത്ത് അദ്ദേഹം BJP-യോടൊപ്പം ചേർന്ന NDA-യുടെ കൺവീനറായി വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഇമേജിന് മാറ്റം വന്നുവെങ്കിലും അദ്ദേഹത്തിന് എന്നും ഇന്ത്യ തൊഴിലാളി വർഗത്തിനും സോഷ്യലിസത്തിനും വേണ്ടി ത്രസിക്കുന്ന ഒരു ഹൃദയവും മനസ്സും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ജോർജ് ഫെർണാണ്ടസിന്റെ പ്രത്യേകത. ഈ അവസാനം അദ്ദേഹം കാമോയിലെത്തുന്നത് വരെയുള്ള കാലയളവിൽ എപ്പോൾ ഡൽഹിയിലെത്തിയാലും അദ്ദേഹവുമായി കാണുന്നതിനും സംസാരിക്കുന്നതിനും രാഷ്ട്രീയ കാര്യങ്ങൾ കുറിച്ച് ആശയവിനിമയം നടത്തുന്നതിന് എനിക്ക് കഴിഞ്ഞിരുന്നു. എന്നും എന്നോട് വളരെ സ്നേഹവാത്സല്യങ്ങളോടുകൂടിയാണ് ജോർജ് ഫെർണാണ്ടസ് പെരുമാറിയിരുന്നത്. അദ്ദേഹത്തിന്റെ നിര്യാണം നമ്മുടെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വലിയ തീരാനഷ്ടമാണ്. ഒരുപക്ഷെ ഇതിനെ ജോർജ് ഫെർണാണ്ടസിനെ പോലെയൊരു പോരാളിയെ നമ്മുടെ രാഷ്ട്രീയത്തെ കണ്ടെത്താൻ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് എനിക്ക് സംശയമാണ്. അദ്ദേഹത്തിന്റെ ആ ധീര സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. വളരെ നന്ദി ശ്രീ നീലലോഹിതദാസൻ നാടാർ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ മാത്യു ടി തോമസ് MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ മാത്യു ടി തോമസ്, സോഷ്യലിസ്റ്റ് നേതാവ്, കരുത്തുറ്റ സോഷ്യലിസ്റ്റ് നേതാവ്, തൊഴിലാളി സംഘടനാ നേതാവ് എന്ന നിലയിലൊക്കെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ നിർണായകമായ പല ഘട്ടങ്ങളിലും രാജ്യത്തെ നയിച്ച നേതാവ് കൂടിയാണ് ഓർമ്മയാകുന്നത്. എങ്ങനെ ഓർക്കുന്നു താങ്കൾ? ശ്രീ മാത്യു ടി തോമസ്, കേൾക്കാമോ? അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അനൂപ് പരമേശ്വരൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. അനൂപ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിലെ ഇടപെടലുകളെക്കുറിച്ച് വിവരിക്കുകയായിരുന്നു താങ്കൾ. തുടരാം. രേണുക, ഇപ്പോൾ ശ്രീ നീലലോഹിതദാസൻ നാടാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഒരുപക്ഷെ BJP-യുടെ കൂടേക്ക് പോയ അദ്ദേഹം ആ ഒരു നിലപാടിലാണ് സംശയം പ്രകടിപ്പിച്ചത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു വികാരിയാകാൻ പുറപ്പെട്ട് പിന്നീട് ഒരു സോഷ്യലിസ്റ്റ് നേതാവും തീവ്ര സോഷ്യലിസ്റ്റ് നിലപാടുകളുള്ള ഒരു നേതാവും അതിനുശേഷം അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം അറസ്റ്റിലാകപ്പെടാനുണ്ടായ കാരണമുണ്ട്. ബറോഡ ഡൈനാമിറ്റ് കേസ്. ആ ഡൈനാമിറ്റ് കേസിൽ അതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. അദ്ദേഹം അതിന് തൊട്ട് മുൻപ് സംസാരിച്ചു എന്ന് പറയുന്ന സ്നേഹലത റെഡ്ഡി എന്ന കർണാടകത്തിലെ നടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 16 ദിവസം തടങ്കലിൽ പാർപ്പിക്കുകയും ആ നടി മരിക്കുകയും ചെയ്തു. അങ്ങനെ ജോർജ് ഫെർണാണ്ടസിനെ ഫോണിൽ വിളിച്ചു എന്നുള്ള പേരിൽ അങ്ങനെ കൊല്ലപ്പെട്ട ഒരു നടിയുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യം, അടിയന്തരാവസ്ഥയുടെ അവസാന കാലഘട്ടത്തിൽ മാത്രമാണ് ജോർജ് ഫെർണാണ്ടസ് അറസ്റ്റിലാകുന്നത്. പിന്നീടും സോഷ്യലിസ്റ്റ് മൂവ്മെന്റുമായി മുന്നോട്ട് പോയ ജോർജ് ഫെർണാണ്ടസ് വളരെ പെട്ടെന്ന് ജനതാദളിൽ നിന്നും എല്ലാം മാറി അദ്ദേഹം വളരെ പെട്ടെന്ന് NDA-യുടെ ഭാഗമാവുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അദ്ദേഹം റെയിൽവേയുടെയും ഏറെക്കാലം സംഘടിപ്പിച്ച ഓൾ ഇന്ത്യ റെയിൽവേ ഫെഡറേഷന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്നു. അങ്ങനെ റെയിൽവേയുടെ മന്ത്രിയായി, പിന്നീട് പ്രതിരോധ മന്ത്രിയായി. അപ്പോഴാണ് നേരത്തെ ഉണ്ണി സൂചിപ്പിച്ചതുപോലുള്ള ശവപ്പെട്ടി കുംഭകോണം എന്നറിയപ്പെടുന്ന കാർഗിൽ യുദ്ധത്തിന് ശേഷം ഉണ്ടായ ശവപ്പെട്ടി വാങ്ങിയതിലുണ്ടായ അഴിമതിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വരുന്നത്. പിന്നീട് നമ്മൾ ജോർജ് ഫെർണാണ്ടസ് കോമയിലാകുന്നു, അദ്ദേഹം അബോധാവസ്ഥയിലാകുന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ബാംഗ്ലൂരിലായിരുന്നു. ഇപ്പോൾ മുൻ മന്ത്രി മാത്യു ടി തോമസ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മാത്യു ടി തോമസ്, കരുത്തുറ്റ സോഷ്യലിസ്റ്റ് നേതാവ്, തൊഴിലാളി സംഘടനകളെ ഒക്കെയും കെട്ടിപ്പടുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ച നേതാവ്, പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ നിർണായകമായ അവസരങ്ങളിൽ രാജ്യത്തെ നയിച്ച നേതാവ് കൂടി ഓർമ്മയാകുന്നു. താങ്കൾ എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ ഊർജം നൽകിയ ഒരു നേതാവായിരുന്നു ശ്രീ ജോർജ് ഫെർണാണ്ടസ്. അദ്ദേഹം അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പും അടിയന്തരാവസ്ഥ കാലത്തും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും എന്റെ തീവ്രമായ നിലപാടുകളിലൂടെ പ്രസിദ്ധനായ ഒരു നേതാവാണ്. തൊഴിലാളി സമൂഹത്തെ സംഘടിപ്പിക്കുന്നതിൽ മാത്രമല്ല, അധികാരത്തിലിരുന്ന ഗവൺമെന്റുകളുടെ അധികാര ദുർവിനിയോഗത്തിനെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തി ജയിൽവാസ അടക്കം അനുഭവിച്ച് യാതനകൾ വളരെയധികം ഏറ്റുവാങ്ങിയ നേതാവാണ്. 1977 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അന്ന് തന്നെ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായി. മൊറാർജി ദേശായിയുടെ ഗവൺമെന്റിലും PP സിംഗിന്റെ ഗവൺമെന്റിലും പിന്നീട് അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റിലും അദ്ദേഹം കേന്ദ്രമന്ത്രിയായി പ്രവർത്തിച്ചു. കേരളത്തിലെ കൊങ്കൺ റെയിൽവേ കൊണ്ടുവരുന്നതിൽ അദ്ദേഹം നിർണായകമായി പങ്കാണ് വഹിച്ചത്. ഒരു പ്രത്യേക കോർപ്പറേഷൻ രൂപീകരിച്ചുകൊണ്ട് കൊങ്കൺ റെയിൽവേ യാഥാർത്ഥ്യമാക്കുന്നതിൽ, പ്രത്യേകിച്ച്
റെയിൽവേ വകുപ്പ് മന്ത്രിയായി VP സിംഗിന്റെ ഗവൺമെന്റ് പങ്കാളിയായിരിക്കുന്ന സമയത്താണ് ആ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയത്. പ്രഗതി ദേശീയ ഗവൺമെന്റിൽ വ്യവസായ മന്ത്രിയായിരിക്കുമ്പോഴാണ് കൊക്കക്കോള നിരോധനമടക്കം നടപടി സ്വീകരിച്ചുകൊണ്ട് കുത്തുകൾക്കെതിരെയുള്ള നിലപാടുകൾ സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹം സ്വീകരിച്ച ചില രാഷ്ട്രീയ നിലപാടുകൾ പല രൂപത്തിൽ വിവാദങ്ങളായിട്ടുണ്ട്. BJPയോടൊപ്പം നിന്നാണ് അദ്ദേഹം അവസാന കാര്യങ്ങളിൽ പ്രവർത്തിച്ചെന്നത് പല രൂപത്തിൽ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് എന്ന വസ്തുത ഞാൻ വിസ്മരിക്കുന്നില്ല. കേരളത്തിലും അദ്ദേഹം നിരന്തരമായി യാത്ര ചെയ്തെത്തുകയും പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ നാളുകളിൽ അദ്ദേഹം ഒളിപ്രവർത്തനം നടത്തിയിരുന്ന പ്രദേശങ്ങളിൽ ചിലത് കേരളമായിരുന്നു എന്നതും ഞാൻ കേരളത്തിലെ ചില സ്ഥലങ്ങളിലാണ് അദ്ദേഹം ഒളിവിൽ താമസിച്ചിരുന്നത്. അതടക്കം നിർണായകമായ പ്രവർത്തനങ്ങളിൽ ഭരണരംഗത്തുള്ളത് മാത്രമല്ല ഭരണത്തെക്കാൾ ഉപരിയായി അദ്ദേഹം പോരാട്ടങ്ങളിൽ ഒരു 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 നേതൃനിരയിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതാവായാണ് അദ്ദേഹത്തിന്റെ തീപ്പൊരി പ്രസംഗങ്ങൾ തെറ്റിനെ കണ്ടാൽ വിമർശിക്കുന്നതിന് യാതൊരു ലുബ്ധം കാണിക്കാതെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ രാഷ്ട്രീയ സിനിമകളെ എതിർക്കാൻ ഉള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. നിരവധി തവണ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ തർജ്ജിമ ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ ആ തർജ്ജിമ വളരെ ദുഷ്കരമാകുന്ന സ്ഥിതിയിൽ അത്തരം പദപ്രയോഗങ്ങളാണ് അദ്ദേഹം വളരെ വേഗത്തിൽ ഉപയോഗിച്ചിരുന്നത് ഞാൻ ഓർക്കും. നല്ല പ്രാർത്ഥികനായിരുന്നു, നല്ല സംഘാടകനായിരുന്നു, ഉജ്ജ്വലനായ ഒരു സോഷ്യലിസ്റ്റ് പോരാളിയായിരുന്നു. തീർച്ചയായും ആ രീതിയിലൊക്കെ കരുത്തുറ്റ നേതാവായിരുന്നു. അതിൽ നിന്നും കരുത്തുറ്റ സോഷ്യലിസ്റ്റ് നേതാവിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാപക നേതാവിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റം, പിന്നീട് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായൊക്കെ അദ്ദേഹം മാറുന്നു. ആ രാഷ്ട്രീയ മാറ്റത്തെ താങ്കൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാപക നേതാവായി ജോർജ് ഫെർണാണ്ടസ് വന്നിട്ടില്ല. അത് തെറ്റാണ്. അദ്ദേഹം ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ടില്ല. അദ്ദേഹം രൂപീകരിച്ച സമതാ പാർട്ടി BJPയുടെ ഒപ്പം ചേർന്നുകൊണ്ടാണ് പറഞ്ഞത്. അന്ന് ഞാൻ അദ്ദേഹവുമായി ആ വിഷയം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് അതിലുള്ള എന്റെ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അടിമുടി ഒരു കോൺഗ്രസ് വിരോധിയാണ്. അദ്ദേഹം സ്വീകരിക്കുന്ന എക്കാര്യത്തിന്റെ നിലപാട് അത് ഞാൻ അംഗീകരിക്കുന്ന നിലപാടല്ല. അദ്ദേഹം പറഞ്ഞത് ഡോക്ടർ റാം മനോഹർ ലോഹിയ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഉദയം തന്നെ കോൺഗ്രസ് വിരോധത്തിലാണ്. അപ്പൊ കോൺഗ്രസിന്റെ നയങ്ങളും സമീപനങ്ങളും അതിന്റെ ഏകാധിപത്യ പ്രവണതയാണ് ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടേണ്ടത്. അതുകൊണ്ട് എന്നുള്ള നിലപാടാണ്. അത് ഞാൻ അംഗീകരിക്കുന്ന നിലപാടല്ല. അത് പങ്കുവെച്ച ഒരു ആശയം അതാണ്. അടിമുടി ഒരു കോൺഗ്രസ്, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന അടിയന്തരാവസ്ഥ നാളുകളിൽ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള യാതനകൾ, കഷ്ടപ്പാട്, മർദ്ദനങ്ങൾ, അതൊക്കെ ആയിരിക്കാം അദ്ദേഹത്തെ ഒരു കടുത്ത കോൺഗ്രസ് വിരോധിയാക്കി മാറ്റിയിരുന്നു. ആ നിലപാടിൽ വളരെ നന്ദി ശ്രീ മാത്യു ടി തോമസ് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ സമതാ പാർട്ടി മുൻ പ്രസിഡന്റ് ജയ ജെയ്റ്റ്ലി ടെലിഫോൺ ലൈനിൽ. ശ്രീമതി ജയ ജെയ്റ്റ്ലി, എങ്ങനെയാണ് താങ്കൾ? അവർ ടെലിഫോൺ ലൈനിലില്ല. വളരെ പെട്ടെന്ന് അവരിലേക്ക് വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോഷ്യലിസ്റ്റ് നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായ ജോർജ് ഫെർണാണ്ടസ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിൽ ആയിരുന്നു.